ഇവിടം ക്രൂരാലയം. ഡാർക്കാണല്ലോ. ഈശ്വര പണിയാവും. എന്നാണ് വരും. അദ്ദേഹം ഭയങ്കര അദ്ദേഹം കുറെ മിമിക്രിയുടെ ആളാ ഇമാൻ സാറ്. അവ പറഞ്ഞു എങ്ങനെ എനർജറ്റിക് ആയിട്ട് അങ്ങ് പാടങ്ങോട്ട് അങ്ങ് പാടുക്കോ. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുവൊടിക്കും. എന്തർത്ഥവത്തായ പാട്ടല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ചുരണ്ടിയെടുത്ത ഏടുകളാണ്. ഈശ്വര, എനിക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പൊന്നോ, ഈ എന്റെ മുതലായിട്ടില്ല കേട്ടോ. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലത്. ഒരു സംഭവം മാത്രം വെച്ചിട്ടൊക്കെ സംസാരിക്കാല്ലേ, സിനിമ പേരുകളൊക്കെ കൂട്ടിയിട്ട്. അത് തന്നെ. അവര് ട്രാക്ക് ഇട്ടപ്പോ ഞാനങ്ങ് പാടി തുടങ്ങി. അയ്യോ, അന്നേരം അവസരിപ്പിച്ച സാറ് ഇതെന്താ തുടങ്ങിയില്ല, ഇതെന്താ ഇത് എന്നൊക്കെ ചോദിച്ചു. ഇതിനെ പിന്നെ ശ്വാസമൊന്നും നീ എടുക്കണില്ലേ, ഇതെന്താ ഇത്, ശ്വാസം എടുക്കണ ഒച്ച പോലും ഇല്ലല്ലോ, ശ്വാസം എടുക്കണില്ലേന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമ്മുടെ കൈക്കോട്ടും കണ്ടിട്ടില്ല പാട്ടൊന്ന് കേട്ടാലോ? ആയിക്കോട്ടെ. അയ്യോ, ഞാവൂന്ന് ഞാവൂന്ന് എന്നെ വിളിക്കണം കേട്ടോ. സൗമ്യ സൗമ്യാവും. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുവൊടിക്കും. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വെടക്കായി, വടക്കും തെക്കും നടന്ന് നടുവൊടിക്കും. എന്തർത്ഥവത്തായ പാട്ടല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ചുരണ്ടിയെടുത്ത ഏടുകളാണ്. ഈശ്വര, എനിക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പൊന്നോ, ഇതുപോലത്തെ പാരഡി പാട്ട് ഉണ്ടാക്കുന്നതിലും ആള് ഭയങ്കര പോപ്പുലർ ആണ്. നമ്മളെ പാരഡി കുറെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ആണോ? ഞാൻ കേശവമാവിന്റെ ഒക്കെ ഫാനാണ്. ആദർശിക്കാണ് അത്. വീരരായപ്പൻ സാർ, പ്രതിപള്ളുരുത്തി ചേട്ടൻ, എല്ലാരും, സാജൻ പള്ളുരുത്തി ചേട്ടനൊക്കെ. എന്നെ പുള്ളിയുടെ മറ്റേ വാക്ചാതുര്യം അപാരമാണ്. വാക്ചാതുര്യം, അതെ, പ്രാസം ഒപ്പിച്ചൊക്കെ പറയാ. ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയ വ്യക്തിയാണല്ലേ പ്രാസം ഒപ്പിച്ച് പറഞ്ഞത്. ഏകദേശം അതുപോലെയൊക്കെ സംസാരിക്കില്ലല്ലേ? ഈ എന്റെ മുതലായിട്ടില്ല കേട്ടോ. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലത്. ഒരു സംഭവം മാത്രം വെച്ചിട്ടൊക്കെ സംസാരിക്കാല്ലേ, സിനിമ പേരുകളൊക്കെ കൂട്ടിയിട്ട്. അത് തന്നെ. സന്ധ്യ, സന്ദീപ, സദീപ, ഇങ്ങനെ തുടങ്ങും. ഒരു പാരഡി പാട്ട്, ഇഷ്ടപ്പെട്ടൊരു പാരഡി കേട്ടെ. ആയിക്കോട്ടെ. ഞാനേ നമ്മുടെ ഒരു ആശുപത്രിയെ കുറിച്ച് എന്തൊരു ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ആയുധമില്ലാതെ അങ്ങനെ ഒരു സാധനം ഞാൻ ഈയിടെയൊക്കെ ഉണ്ടാക്കിയതാ. ഇവിടം ക്രൂരാലയം. ഡാർക്കാണല്ലോ. ഈശ്വര പണിയാവും. കുഴപ്പമില്ല, പാടിക്കോ കേക്കട്ടെ. എന്നാലും കത്തികളില്ലാതെ ഒരു ചുക്കുമില്ലാതെ ഓപ്പറേഷൻ നടത്താറുണ്ട് ഇവിടെ, മേജർ ഓപ്പറേഷൻ നടത്താറുണ്ട് ഇവിടെ, ICU ഇല്ലാതെ ഒരു കുന്തമില്ലാതെ വരാന്തയിൽ കിടക്കാറുണ്ട് ഇവിടെ, രോഗികൾ വരാന്തയിൽ കിടക്കാറുണ്ട് ഇവിടെ.
വളരെ ഡീപ്പർ ആയിട്ടുള്ള അർത്ഥമുള്ള അതിന്റെ ഒറിജിനൽ പാട്ടിനേക്കാൾ കൂടുതൽ അർത്ഥവത്തായി പോയി. അർത്ഥം എങ്ങനെയാണ്? ഡോക്ടർമാരില്ലാതെ കമ്പൗണ്ടർ നേഴ്സുമാരില്ലാത്ത തരികിട ആശുപത്രി, അയ്യോ ഇവിടം ക്രൂരാലയം. ഏത് സാഹചര്യത്തിലാണ് വിജയ് ഇത് എഴുതിയത്? ചുമ്മാ എവിടെയോ കേട്ടായിരുന്നു ഇങ്ങനെ ഒരു പാട്ട്. വിജയ് എഴുതിയതാണോ? അല്ല, ഞാൻ പണ്ട് എവിടെയോ കേട്ടാ, ഞാനല്ല കേട്ടാ. ആണോ? ഓക്കെ. അല്ല, കുറച്ച് ഞാനും ചേർത്തിട്ടുണ്ട്. മസാലകളൊക്കെ ഞാൻ ചേർത്ത, മസാല ഞാനായിരുന്നു. ഇങ്ങനെ ഈ അനുപല്ലവി മാത്രമേ ഞാൻ കേട്ടുള്ളൂ, ബാക്കി മസാലയൊക്കെ ഞാൻ ആഡ് ചെയ്തത്. നമ്മള് സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, നമുക്ക് അങ്ങനെ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല, ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ. ഏത് ആശുപത്രിയാന്ന് പോലും അറിയാൻ പാടില്ല, വെറുതെ ഒരു ഇതല്ലേ. ഏതാന്ന് പോലും അറിയാൻ പാടില്ല കേട്ടോ. എന്റെ അമ്മ ആശുപത്രിക്കാരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, എന്റെ പൊന്നു ഇത് പറഞ്ഞ് ഏത് ആശുപത്രിയാന്ന് പോലും അറിയാൻ മേലെ, വെറുതെ എഴുതിയത്. എങ്ങനെയുണ്ടായിരുന്നു പാരഡി? പാരഡി സൂപ്പർ. വളരെ സത്യം, ഭയങ്കര എന്താ പറയാ, ഭയങ്കര നമ്മളിങ്ങനെ വിചാരിക്കേ ഇതൊക്കെയാണല്ലോ റിയാലിറ്റി എന്നുള്ളത്. ദൈവമേ, അർത്ഥവത്തായ പാരഡി, വെറുതെ വാക്കുകൾ കൊണ്ടുള്ള മനപാടലല്ല. ഓക്കെ. അപ്പൊ നമ്മളിനി അടുത്തതായിട്ടൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഈ സെഗ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് ഓർമ്മയിൽ നിന്ന് എന്നാണ്. അതെ, ഓർമ്മകൾ എന്തൊക്കെയാണ്? അപ്പം ഞാൻ പറയുന്ന പാട്ട്, ഓക്കെ, ഈ പാട്ടിനെ പറ്റി പറയുമ്പോ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകളെ കുറിച്ചാണ് പറയേണ്ടത്. ആയിക്കോട്ടെ. ഓക്കെ. ഒറ്റയ്ക്ക് പാടുന്ന ഒറ്റയ്ക്ക് പാടുന്ന മൂവിൽ നമ്മുടെ ഔസേപ്പച്ചൻ സാർ അന്നേരം ആ റെക്കോർഡിംഗ് ഒക്കെ ഓർമ്മ വന്നു. പിന്നെ പഴയ നാടകഗാനങ്ങളൊക്കെ KPSC സുലോന ചേച്ചിയുടെ നാടകഗാനങ്ങൾ കേൾക്കുന്ന ആ ഒരു ഓർമ്മയും വന്നു. അതെ, ചേതന സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്, തൃശ്ശൂര്. അപ്പൊ അന്നേരം അതേ പിന്നെ അപ്പൊ തന്നെ പാടി എടുക്കുമായിരുന്നു കേട്ടോ. അവര് ട്രാക്ക് അയച്ചു തന്നു, അപ്പൊ തന്നെ കേട്ട് പാടി. അവര് ട്രാക്ക് ഇട്ടപ്പോ ഞാനങ്ങ് പാടി തുടങ്ങി. അയ്യോ, അന്നേരം ഔസേപ്പച്ചൻ സാർ ഇതെന്താ തുടങ്ങിയില്ല, ഇതെന്താ ഇത് എന്നൊക്കെ ചോദിച്ചു. ഇതിനെ പിന്നെ ശ്വാസമൊന്നും നീ എടുക്കണില്ലേ, ഇതെന്താ ഇത്, ശ്വാസം എടുക്കണ ഒച്ച പോലും ഇല്ലല്ലോ, ശ്വാസം എടുക്കണില്ലേന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട്, ഞാൻ ഈ പറയുന്ന പാട്ടുകൾ ഓർമ്മകൾ മാത്രം പറഞ്ഞാൽ പോരെ, എനിക്ക് പാട്ടും കൂടി ഒന്ന് കേൾപ്പിച്ചു. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയത് ഈ പാട്ടിനാണോ? അതെ, സംസ്ഥാന അവാർഡ്. അതെ, കുറേയേറെ അവാർഡുകൾ അല്ലെ, സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ. സിറ വനിതാ അവാർഡ് അല്ലെ, ഫിലിം സിറ വനിതാ അവാർഡ്, ഫിലിം ക്രിറ്റിക്സ്, തോനെ അവാർഡുകൾ ഇഷ്ടം പോലെ. ഇനി അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ഉപ്പിന് പോണ വഴിയേത്, രാജാവ്. പഴയ നാടൻ പാട്ടാണോ? അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഉപ്പിന് പോണ വഴിയേത്, കായംകുളത്തിന്റെ തെക്ക്, അങ്ങനെ സാധനം ഉണ്ടല്ലേ, ഉട്ടോപ്പിയിലെ രാജാവ്. അതെ, മമ്മൂക്കയായിട്ട് എന്നാ രസമായിരുന്നു. ഔസേപ്പച്ചൻ സാറിന്റെ ആ ഒരു പാട്ടിന് എന്നോട് പറഞ്ഞ് നിറയെ മറ്റേ മൺമറഞ്ഞു പോയവരെയൊക്കെ ആവാഹിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഉമ്മറിക്ക മാളച്ചേട്ടന്റെ ചിരിയൊക്കെ, മാളച്ചേട്ടനെയൊക്കെ ആവാഹിച്ചു, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു. എൻ്റെ പൊഞ്ഞ എന്നൊക്കെ പറയാൻ പറഞ്ഞ്, അത് പറഞ്ഞ്. പിന്നെ മമ്മൂക്ക കേട്ടപ്പോ എന്നാ ചിരിയായിരുന്നു കേട്ടു, മമ്മൂക്കയുടെ ചിരിക്കുന്ന സൗണ്ടുകളൊക്കെ കേട്ടു, ഭയങ്കര ആസ്വദിച്ചു എന്നൊക്കെ പറഞ്ഞു. മമ്മൂക്കായിട്ടുള്ള എന്റെ പൊന്നു ഇതാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസമായിരുന്നു. മമ്മൂക്കായിട്ട് ഭയങ്കര പരിചയമാണല്ലേ? വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ കൊറേ നാളെ എടുക്കണില്ല, എന്താണ് ആണോ? മമ്മൂക്കല്ലേ പൊൻതൂവൽ അവാർഡ്, ഫിനിക്സ് അവാർഡ് ഒക്കെ തന്നു. അങ്ങനെയൊക്കെ സ്പെഷ്യൽ കണക്ഷൻ. അതെ, സിനിമ പാടുന്നതിന് മുമ്പ് തന്നെ ഫോണിലൂടെ സംസാരിക്കുമായിരുന്നു. സിനിമ പാടിയ പിന്നെ നേരിട്ട് ഒന്ന് മീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ. അപ്പൊ അതൊരു ഓർമ്മയായിരുന്നു കേട്ടോ. പിന്നെ മാളച്ചേട്ട് ആ ചിരിയൊക്കെ അതിലൂടെ കൊണ്ടുവന്നു, ആവാഹിച്ചു കൊണ്ടുവന്നു. സൂപ്പർ. അപ്പൊ ഇനി അടുത്ത പാട്ട് പാരുടയ മറിയമ്മേ. പാരുടയ മറിയമ്മേ ആദർശക്കായിട്ട്
ഉള്ള അപ്പം അതൊരു ഓർമ്മയായിരുന്നു കേട്ടോ. അത് റിമി ചേച്ചി ഞാനും കൂടെ നല്ല രസമായിരുന്നു. റിമി ചേച്ചി ഞാനും മ്യാവ് മ്യാവ് ബൗ ബൗ ബന്ധമാണ്. അത് ഞങ്ങൾ രണ്ടും കൂടെ പറഞ്ഞ നല്ല രസമായിരുന്നു. വരുടയ മറിയമേ മിശിഹായെ തുണയ്ക്കണേ. അത് മാർഗം കളിയായിട്ടുള്ള. ഈ മാർഗം കളിയുടെ പ്രത്യേകത എന്താ? കോമഡി പറയുകയാണെങ്കിൽ വേറൊരു മാർഗവും ഇല്ലാത്തപ്പോ കളിക്കുന്ന കളിയാണ് മാർഗം കളി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. താങ്ക് യു. ഇന്നത്തേക്കായി ഞാൻ ശരിക്കും പറയുന്നു സീരിയസ് ആയിട്ട് പറയാൻ വരുമോ എന്ന് വിചാരിച്ചു. മാർഗം കളി അപ്പൊ അങ്ങനെ ഒരു സോങ്ങാണിത്. അത് അടിപൊളിയായി, നല്ല സുഖം. അതിനകത്ത് ഏറ്റവും വലിയ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ച, അത് കേട്ടപ്പോ എന്റെ ദൈവമേ. അത് ശരിക്കും പറഞ്ഞൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ പോലെ തന്നെ ആയിരുന്നില്ലേ? ആ അതെ അതെ. അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ച് നിക്കണത്, ഇല്ലമ്മേ ഒന്നുമില്ലമ്മച്ചിയെ ചുമ്മാതങ്ങ് ചിന്തിച്ച് നിന്നതാണ്, ഇങ്ങനെ ഞാൻ ചിന്തിച്ച് നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചെ നിന്നെ പെറ്റത്, അക്കാലം ഇതല്ലല്ലോ പൊന്നമ്മച്ചി, ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ ഞങ്ങള്, പെണ്ണിനത്ര ബുദ്ധിയുണ്ടായാലും പച്ചമാങ്ങാ തീറ്റിച്ചാണുങ്ങൾ മുങ്ങുമെടി എന്റെ അമ്മേ അന്നമ്മേ. അർത്ഥം മനസ്സിലാക്കേണ്ടതാണെന്നൊക്കെ. അതെ അതെ അതെ. അയ്യോ അത് കേട്ടപ്പോ എന്റെ പൊന്നോ, ഈ വരി കേട്ടപ്പോ എന്റെ അമ്മേ ഭയങ്കര ഓർമ്മകളായിരുന്നു. ചമ്മലുണ്ടായിരുന്നോ പാടാൻ? ചമ്മല് നാണമായിരുന്നു. നീ നാൺ വന്നു കുട്ടിക്ക് നാൺ വന്നു. സൂപ്പർ. നാഷികയുടെ പാട്ടുകളെല്ലാം തന്നെ ഇത്തരത്തില് കോമഡിയും കൂടെ ഉള്ള പാട്ടുകളാണല്ലോ. അതിന്റെ പാരഡികൾ ഇതേപോലെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ പാരഡി രാജാവല്ലേ ആകർഷിക്ക. നമ്മുടെ യോഗാസനമൊക്കെ ഒന്ന് കേട്ടായിരുന്നോ? ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഒന്നൊന്നുകൂടെ ഞങ്ങൾക്ക് കൂടെ പാടിത്തരോ? തല കീഴായി നിന്നാൽ ശീർഷാസനം, കാൽമേലെ വന്നാൽ യോഗാസനം, ഡെയിലി ബാറിന്ന് സ്മോളാസനം, അടിച്ചു വീലായാൽ പാമ്പാസനം, തലകീഴായി നിന്നാൽ ശീർഷാസനം. ഇനി ആ പാട്ടൊരിക്കലും പഴയതുപോലെ കേൾക്കാൻ പറ്റില്ല. അയ്യോ ഒറിജിനൽ വരി വയല് വരുന്നില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത പാട്ട് സ്വപ്ന സുന്ദരി. അതൊരു ഒന്നൊന്നര സാധനമായിരുന്നല്ലേ? അതെ, ഒന്നൊന്നര സാധനം തന്നെയാ. ഇമാൻ സാറ് അവിടെ ചെന്നപ്പോഴെന്നെ പഠിപ്പിക്കുക ചെയ്തു കേട്ടോ. എറണാകുളത്ത് വന്നു അദ്ദേഹം. ഇമാൻ സാറിന്റെ 6-7 പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ അതെ. അതില് സ്വപ്ന സുന്ദരി എന്റെ അമ്മ ഐറ്റം സോങ് ആണെന്നൊക്കെ അവിടെ ചെയ്തപ്പോഴും അറിഞ്ഞു കേട്ടോ. ഇറ്റാ പോറ്റു. അതൊരു ഒന്നൊന്നര അനുഭവമായിരുന്നു. ഐറ്റം സോങ് എന്നൊക്കെ കേട്ടപ്പോ ഞെട്ടിയോ? ആ അതെ അതെ. ഈശ്വര ഞാൻ ഐറ്റം സോങ് പാടാൻ പോണു ഈശ്വര എന്ന് വിചാരിച്ചു. ദൈവമേ എന്നുള്ള ഓർമ്മ, മറ്റേ രവീന്ദ്ര മാഷ് പാടിയ ഓർമ്മ വന്നു. സ്വപ്ന സുന്ദരിക്ക് മുന്നേ അതൊന്ന് പാടിത്തരും. അതിന്റെ വരികൾ അറിയോ? അങ്ങനെ ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ തളരുന്നിതനുദിനമെൻ മനസമതിലോ. അത് അടുത്ത വരി എന്ത്? ചേട്ടൻ അറിയോ? എന്റെ മുന്നോ. അപ്പോഴേക്കും നമുക്ക് സ്വപ്ന സുന്ദരിയുടെ കഥയൊന്ന് നമുക്ക് പാടാം. സ്വപ്ന സുന്ദരി. സ്വപ്ന സുന്ദരി നാൻ തന്നെ, നാ സ്വപ്ന ലോകത്തിൻ തേൻ താനേ, സ്വപ്ന സുന്ദരി നാൻ തന്നെ, നാ സ്വപ്ന ലോകത്തിൻ തേൻ താനേ, റാന്തൽ മിന്നലിലെ ജോലിപ്പേനേ, സോമ്പൽ ഇളമനെ കളിപ്പേനേ, തീണ്ടും ഇன்பം വീണ്ടും വീണ്ടും தோண்டும் நெஞ்சில் தோன்றும் 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 ஆனந்தம் சொப்பன சொப்பன சுந்தரே, உங்கள் சோக கலைக்கும் கலைக்கும் மந்திரே, ஏனந்தம் சொப்பன சொப்பன சுந்தரே, உங்கள் சோக கலைக்கும் கலைக்கும் மந்திரே. ഫാസ്റ്റ് പാട്ടുകള് പാടുമ്പോ ഉള്ള ഒരു ഫീല് വേറെ തന്നെയല്ലേ? ആ ഒരു എനർജി അതൊരു വേറെ അല്ലേ? നമ്മള് ക്ലാസിക്കൽ
അപ്പം നമ്മള് ഡാൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുന്നത്. ആ അപ്പൊ ഡാൻസ് ക്ലാസിക്കൽ പഠിച്ച ആൾക്ക് വെസ്റ്റേൺ ഡാൻസ് കളിക്കാനൊരു ചമ്മലൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ ക്ലാസിക്കൽ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് തന്നെ പാടിയിരിക്കുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് വന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഈ തട്ടുപൊളിപ്പും പാടൊക്കെ പാടുമ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറുണ്ട്. ഒരു നാൺ വരാറുണ്ട്. ആഹാ. നാൺ വരും. ഈ പാട്ട് പാടുന്ന സമയത്ത് എന്താ സാറ് പറഞ്ഞു? പ്രത്യേകിച്ച് അദ്ദേഹമായിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര അദ്ദേഹം പുറമെ മിമിക്രിയുടെ ആളാ. ആഹാ. ഇമാൻ സാറ് അവ പറഞ്ഞു എങ്ങനെ എനർജറ്റിക് ആയിട്ട് അങ്ങ് പാടങ്ങോട്ട് അങ്ങ് പാടുക്കോ. തമിഴ് എനർജി പാക്ക് വേണോ, അത് താൻ വേണോ എന്ന് പറയും. ഓക്കെ, അപ്പൊ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്, എന്നമോ ഏതോ. പുതിയ ഉലകൈ ആ പാട്ടാണ് എന്നമോ ഏതോ സിനിമയില്. അത് അതിൽ ഗായത്രി വീണയാണ് ബീജിയും വായിച്ചിട്ടുണ്ട്. അത് ഇമാൻ സാറിന്റെ അമ്മ മരിച്ച സമയത്ത് ഈ പാട്ട് വന്നിരുന്നു. അപ്പൊ സാറിന് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. അതായത് പുതിയ ഉലകൈ തേടി പോകുന്നു. ആ അർത്ഥമുള്ള സാധനം അല്ലേ. പുതിയ ഉലകை തേടി പോகிறേ എന്നെ വീട്. അത് കേൾക്കുമ്പോ ഒരു ഭയങ്കര ഫീലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര ഓർമ്മയായിരുന്നു. അതും അവിടെ ചെന്ന് പഠിപ്പിച്ചതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത നമ്മള് സോങ്ങിലേക്ക് പോവാണ്. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമ കൂടിയാണ്. നമ്മുടെ ഇന്ത്യൻസിന്റെ തന്നെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള ഒരു സിനിമയാണ് ബാഹുബലി. അപ്പൊ ശിവശിവായ പോട്രിയെ അതൊരു അത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അവിടെ ചെന്ന് പഠിപ്പിച്ചു. 4 വരിയേ ഉള്ളൂ പാടാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കീരവാണി സാറ് അവിടെ ചെന്ന് പറഞ്ഞു തന്നു. ഓരോ വരി വീതം പാടിപ്പിച്ചു. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് തീർന്നെന്ന് പറഞ്ഞു. അതുപോലെ അനുഭവം. അപ്പൊ കീരവാണി സാറ് ഒന്നും ചെയ്യാനില്ല, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും മലയാളം, തമിഴ്, തെലുങ്ക് 3 വർഷം പഠിച്ചു. തെലുങ്ക് വന്നില്ലെന്ന് തോന്നുന്നു. മലയാളം തമിഴേ വന്നുള്ളൂ. யாரு இவ கல்ல தூக்கி போறானே, புள்ள போல தோளு மேல ஒன்ன தூக்கி போறானே, கண்ணு ரெண்டும் போதல கைய காலு ஓடல, கங்கையத்தான் தேடிக்கிட்டு தன்னை தானே சுமந்துக்கிட்டு லிங்கம் நடந்து போகுதே. ഇത്രയും വലിയൊരു സിനിമയിലേക്കാണ് പാടാൻ പോകുന്നത് അന്ന് അറിയായിരുന്നോ? ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. ഓയ്യോ, ബ്രഹ്മാണ്ഡ ചിത്രം.